കൃഷ്ണ, ഇന്നു മുതൽ നമുക്ക് ഭഗവാൻ വിഷ്ണുവിന്റെ അംശമായ ശ്രീരാമചന്ദ്രന്റെ അവതാരത്തെക്കുറിച്ച് കേൾക്കാം. ചന്ദ്രന്റെ പുത്രനായ ബുധനിൽ നിന്നും ചന്ദ്രവംശം ഉണ്ടായതുപോലെ സൂര്യപുത്രനായ വൈവസ്വത മനുവിന്റെ പുത്രനായ ഇക്ഷാകുവിൽ നിന്നുമാണ് സൂര്യവംശം ഉദ്ഭവിച്ചത്. അയോധ്യ നഗരിയായിരുന്നു അവരുടെ രാജ്യ തലസ്ഥാനം. ഒരിക്കൽ ദേവസഹായാർത്ഥം ശംബരൻ എന്ന അസുരനെ വധിക്കുവാൻ വേണ്ടി നേമി എന്ന രാജാവ് അഷ്ടദിക്കുകളിലും ആകാശത്തും ഭൂമിയിലും ദശദിശകളിലും ഒരേ സമയത്ത് രഥം തെളിച്ച് ശംബരൻ എന്ന അസുരനെ വധിച്ചു. അങ്ങനെ നേമിക്ക് ദേവേന്ദ്രൻ നൽകിയ സ്ഥാനപ്പേരാണ് ദശരഥൻ. ദശരഥന് 3 ഭാര്യമാരുണ്ടായിരുന്നു. കോസല രാജ്യപുത്രിയായ കൗസല്യ, കേകയ രാജ്യപുത്രിയായ കൈകേയി, കാശി രാജ്യപുത്രിയായ സുമിത്ര. കൗസല്യയിൽ ദശരഥന് ശാന്ത എന്നൊരു പുത്രിയുണ്ടായിരുന്നു. യൗവനപ്രായം എത്തിയപ്പോൾ അവളെ ഋഷ്യശൃംഗൻ എന്ന മഹർഷിക്ക് വിവാഹം കഴിച്ചു നൽകി. പിന്നീട് വളരെ കാലം സന്താനങ്ങൾ ഉണ്ടാകാതെ ദശരഥൻ വിഷമിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.